ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡൗ ജോൺസ് 380 പോയിൻറ്റും S&P 50 പോയിൻറ്റും നസ്ഡാക്ക് 207 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി 64 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ചാർട്ടിലോട്ട് പോകാം, ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് 4-ാം ദിവസവും ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ഇടയ്ക്കൊരു ദിവസം ഒരു ഡോജി ക്യാൻഡിൽ വന്നതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 3 ക്യാൻഡിലെന്ന് പറയുന്നത് സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ്. മാർക്കറ്റ് ചെറിയൊരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നതിൻ്റെ സൂചനയാണ്. എങ്കിലും തൊട്ട് താഴത്തെ സപ്പോർട്ട്, ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് ഏകദേശം 25,000 റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനാണ് സാധ്യത കൂടുതൽ. ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ തന്ന ലെവൽസാണിത്. പ്രീ മാർക്കറ്റ് ഇന്നലെ ഇല്ലായിരുന്നു, ഗ്രൂപ്പിൽ കൊടുത്തിരുന്ന ലെവൽസാണ്. ഈ ഒരു റേഞ്ച് 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷേ അതിന് തൊട്ട് താഴെ മാർക്കറ്റിൽ സ്ട്രോങ് ഒരു റിജക്ഷൻ വന്ന് 2 പ്രാവശ്യം ആ ഒരു ലെവലിൽ തന്നെ റിജക്ഷൻ വന്നതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഫോളിലോട്ട് പോയിട്ട് ഫസ്റ്റ് സപ്പോർട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നിന്നത്. അപ്പോൾ ഇന്നത്തെ ലെവൽസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,400 400-405 ഏരിയയിലാണ്. 25,400 460 ഒരു 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഒരു മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ്സിൽ 25,461 റേഞ്ച് 15 മിനിറ്റ്സിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. താഴോട്ട് ഇന്നലത്തെ ഈ ഒരു ലെവൽ തന്നെയാണ് വരുന്നത്. താഴോട്ട് 25,383 താഴോട്ട് ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് 15 മിനിറ്റ്സിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരിക, ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പഴയ ലെവൽസ് തന്നെയാണ്. ഈ ഒരു 25,383 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൗസിന് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ 25,383 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,300 പിന്നെ 25,119 വരയ്ക്കും. എല്ലാം ഓരോ സപ്പോർട്ടും 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ സപ്പോർട്ടോ നോക്കിയിട്ട് വേണം നമ്മുടെ ഇൻട്രാഡേ ചാർട്ട് നോക്കിയിട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഇവിടെ നിന്ന് 15 മിനിറ്റ്സിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,600 വരേക്കും പോകാൻ സാധ്യതയുണ്ട്. 25,600 നമുക്ക് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ 25,730 വരേക്കും കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അനാലിസിസ് വെച്ചിട്ട് എക്സ്പയറിക്ക് മുന്നേ ഞാൻ 25,800 പ്രതീക്ഷിച്ചതാണ്. മിക്കവാറും ആ ഒരു മൂവ്മെൻറ്റ് ഇന്ന് വെള്ളിയാഴ്ച കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ബ്രേക്കൗട്ട് നോക്കുക, 25,461 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് 600 പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടാർഗറ്റ് 730 ആയിരിക്കും. ഇത് ഷോർട്ട് ടൈം വ്യൂ ആണ്, ഒരിക്കലും ഇൻട്രാഡേക്കുള്ള ലെവൽസ് അല്ല, ഷോർട്ട് ടൈം വ്യൂ ആണ്. ഇൻട്രാഡേക്കുള്ള ലെവൽസ് നോക്കിയിട്ട് എൻട്രി എടുക്കുക. നമുക്ക് ഡേറ്റ നോക്കാം. ഡേറ്റ നോക്കുന്നതിന് പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് വീക്ക് ഈ ആഴ്ചത്തെ എക്സ്പയറിയിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 25,500 കഴിഞ്ഞാൽ പിന്നെ 26,000-ലാണ്.
താഴോട്ട് പുട്ട് റേറ്റിംഗ് 25,000-ലും കോൾ റേറ്റിംഗ് സ്ട്രോങ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 25,500-ഉം 26,000-ലുമാണ്. ഓക്കെ, നമുക്ക് ഡേറ്റ നോക്കാം. ഡേറ്റയിൽ സ്റ്റോക്സിൽ FAS ഏകദേശം 1,481 കോടിക്ക് സെല്ലിങ്ങും 1,333 കോടിക്ക് DIS ബൈയും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS കോളും പുട്ടും ബൈയിങ് ആണ്. ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഡേറ്റ വന്നിട്ട് ഇന്നലത്തെ അൺവൈൻഡിങ്ങിൻ്റെ ഡേറ്റയും കൂടെയാണ് വരുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇത് നിഫ്റ്റിയുടെ ഡേറ്റയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഡേറ്റയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴത്തേക്കും എക്സ്പയറി ഡേയിലുള്ള അൺവൈൻഡിങ് എല്ലാം ഉൾപ്പെടെയൊക്കെ ആയിരിക്കും, പൊസിഷൻ അൺവൈൻഡ് ചെയ്തിട്ടുള്ള എല്ലാം കൂടെയാണ് വരുന്നത്. എങ്കിലും 48,539 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ്ങും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 1.6 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സ് വീണ്ടും FAS സെല്ലിങ്ങിലോട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ റേറ്റേഴ്സ് 33,371 1.3 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് റേറ്റേഴ്സും ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ഒരു 2,843 ക്വാണ്ടിറ്റി ബൈയിങ് ആണ്. ക്ലൈൻറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് 81,981 ക്വാണ്ടിറ്റി കോള് സെല്ലിങ്ങും പുട്ട് 3.11 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് സെല്ലിങ്ങുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ. ഓക്കെ, നമുക്ക് വ്യൂവിലോട്ട് പോവാം. വ്യൂവിൽ സ്ട്രോങ് സപ്പോർട്ട് വരാൻ സാധ്യതയുള്ളത് മാർക്കറ്റ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാപ്പ് ഡൗണോ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പോ ഫ്ലാറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടിനുള്ളിൽ ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സപ്പോർട്ടിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. അതുപോലെ തന്നെ 25,515 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആകാൻ സാധ്യതയുണ്ട്. ഇതിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് ബ്രേക്കൗട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്ട്രോങ് 75 മിനിറ്റിൽ അടുത്തൊരു സപ്ലൈ ഡിമാൻഡ് സോൺ വരുന്നത് 25,173 മുതൽ 25,179 മുതൽ 25,260 വരെയാണ്. 260 എന്ന് പറയുന്നത് 260 ഓക്കെ ഈ ഒരു ലെവലിൽ വരുന്നതാണ്. 25,349 നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിൽ നോക്കിയാണെന്ന് തോന്നുന്നു. 260 ഓക്കെ. ഏറ്റവും താഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് 219 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഇതുവരേക്കും ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു സ്ട്രോങ് ബൈയിങ് ഏരിയ ആയിരിക്കും. 75 മിനിറ്റ്സിൻ്റെ ഡിമാൻഡ് സോണാണ്. അപ്പോൾ മാർക്കറ്റ് ഇതുവരെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രോങ് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ഇതായിരുന്നു 25,366 25,389. മാർക്കറ്റ് ഏകദേശം 2:30 ഇവിടം വരയ്ക്ക് ഒരു ഫോൾ കിട്ടിയതിന് ശേഷം പിന്നെ ലാസ്റ്റ് 1 അവർ ഇവിടെ സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ 25,349 25,332 സ്ട്രോങ് ഒരു ബൈയിങ് നടക്കാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ താഴത്തെ ലെവലിൽ ഞാൻ ലൈവ് മാർക്കറ്റിലിടാം. താഴോട്ട് ഞാൻ ലെവൽസ് വരച്ചിട്ടില്ല. അതുപോലെ തന്നെ CPRന് ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും CPRലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അഥവാ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രീ മാർക്കറ്റ് 25,349 മുകളിലാണെന്നുണ്ടെങ്കിൽ 25,332 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. CPR വരേക്കും മാർക്കറ്റ് കയറി വരും. 25,462 25,441 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. ഇത് മിക്കവാറും ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. CPR ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ ദിവസം. 25,515 25,534 ആയിരിക്കും അടുത്ത ടാർഗറ്റ്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ
25,531, 515, 25,534 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റാണ് 25,645, 25,662. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 730 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.